നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ശ്രദ്ധയിൽ പെടേണ്ടതായ ഒരു കാര്യം, ഒപ്പം ഒരു ആപ്ലിക്കേഷൻ, ഇതാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ ഒരു സ്പൈ ക്യാമറയാണ്. നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്പൈ ക്യാമറ. അതായത് ഇതിൻ്റെ ഉപയോഗമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഫോട്ടോ എടുത്താൽ നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന വിവരം മറ്റൊരാളും അറിയുകയില്ല. നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലെ വോളിയം കീ അമർത്തുമ്പോഴാണ് ഫോട്ടോ എടുക്കപ്പെടുന്നത്. നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോൾഡറിലേക്ക്, ആവശ്യമെങ്കിൽ ഹൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്യേണ്ട, ഇങ്ങനെ ഒരു ഫോൾഡറിലേക്ക് ചിത്രങ്ങൾ എടുത്ത് സേവ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. എന്നാൽ ഒരാൾ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുകയില്ല. സ്വല്പം ഈ ആപ്ലിക്കേഷനെ പറ്റി വിവരമുള്ള ആൾക്ക് മാത്രമേ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, ഫോട്ടോ എടുത്ത് സേവ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവുകയുള്ളൂ. ഇങ്ങനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരണങ്ങൾ എതിരായിട്ട് ഉണ്ടാവാം. പക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടേണ്ട കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ആപ്ലിക്കേഷനോട് പരിചയപ്പെടുന്നത്. എന്നാൽ തന്നെ ഞാനിത് ഡൗൺലോഡ് ലിങ്ക് നിങ്ങൾക്ക് നൽകുന്നതല്ല. കാരണം ഇത് ഗൂഗിൾ പ്ലേയിലൊക്കെ പൈസ കൊടുത്ത് വാങ്ങാൻ സാധിക്കുന്നുണ്ട്. അങ്ങനൊരു ആപ്ലിക്കേഷൻ നിലവിലുണ്ട് എന്ന് പ്രത്യേകിച്ചും പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അവരുടെ ഫോട്ടോയാണ് കൂടുതലും അനാവശ്യമായിട്ട് മറ്റുള്ളവർ ദുരുപയോഗപ്പെടുത്തുന്നത്. നിങ്ങളുടെ നേരെ ഒരു മൊബൈൽ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ കോൾ വിളിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും അയാൾ വോളിയം ബട്ടൺ അമർത്തുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ എടുക്കപ്പെടുന്നുണ്ട് എന്ന് ഓർമ്മിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ. ഞാനത് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പരിചയപ്പെടുത്തുന്നു. ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ്റെ പേര് സീക്രട്ട് ക്യാമറ പ്രോ എന്നാണ്. ഇതുപോലെ നൂറുകണക്കിന് ആപ്ലിക്കേഷനുകൾ ഗൂഗിൾ പ്ലേയിലുണ്ട്. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതും പിക്ചർ മാത്രം എടുക്കാൻ സാധിക്കുന്നതും എല്ലാമായ പല രീതിയിലുള്ള ആപ്ലിക്കേഷനുകൾ. അതുകൊണ്ട് ഞാനിവിടെ ഡൗൺലോഡ് ലിങ്ക് നൽകിയാലും നൽകിയില്ലെങ്കിലും ഇത് ലഭിക്കേണ്ടവൻ തപ്പിയെടുക്കുമെന്ന് എനിക്കറിയാം. നോക്കുക, ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ നമുക്ക് കാണുന്നത് ആകെ ഇത്തരം 3 സ്റ്റെപ്പുകളാണ്. ഒന്ന്, സ്റ്റെപ്പ് 1 ആക്ടിവേറ്റ്, അതായത് ക്യാമറ ആക്ടിവേഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മളത് ഓപ്പൺ ആക്കാൻ ആ ഐക്കണിൽ, അതായത് നമ്മുടെ സാധാരണ കാണുന്ന ഐക്കണിൽ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. രണ്ടാമത്, യൂസ് വോളിയം കീസ് ടു ക്ലിക്ക്, ഹോൾഡ് വോളിയം ഡൗൺ ടു മ്യൂട്ട് ഫോർ ഓട്ടോ ക്ലിക്ക് ആൻഡ് അൺമ്യൂട്ട് ടു സ്റ്റോപ്പ്. നിങ്ങൾക്ക് വോളിയം കീ അമർത്തി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കപ്പെടും. സ്റ്റെപ്പ് 3 ഡീആക്ടിവേറ്റ്, അതായത് ക്യാമറ ഓഫ് ആക്കുന്നതിന് വീണ്ടും ആ ഐക്കണിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി എന്നാണ് കാണിക്കുന്നത്. നോക്കാം നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം. നോക്കിക്കോളാം, ഞാൻ എൻ്റെ ഗാലറിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഗാലറിയിൽ ആകെ ഉള്ളത് 5 ഫോൾഡറുകളാണ്. ഞാൻ ഇനി സീക്രട്ട് ക്യാമറ വർക്ക് ചെയ്യിക്കാൻ പോവുകയാണ്. ഇതാണ് അതിൻ്റെ ഐക്കൺ. നോക്കുക, സീക്രട്ട് ക്യാമറ ആക്ടിവേറ്റഡ് ആയി എന്ന് കാണിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം പ്രസ് ചെയ്തപ്പോൾ സീക്രട്ട് ക്യാമറ ആക്ടിവേറ്റഡ് ആയി എന്ന് കാണിക്കുന്നു. ഇനി ഞാൻ ഹോം പേജിൽ പോവുകയാണ്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വോളിയം കീ അമർത്തുകയാണ്. നോക്കുക, സേവ്ഡ് എന്നും പറഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ കാണിച്ചു. എന്തായിരിക്കും? നമുക്ക് ക്യാമറയിലൊന്നും കാണിച്ചില്ല, ക്യാമറ ഓപ്പൺ ആയിട്ടൊന്നും കാണിച്ചില്ല.
പക്ഷെ നമുക്ക് ഗാലറി പോയി നോക്കാം. നോക്കുക, SC എന്ന ഒരു ഫോൾഡറിൽ ഞാൻ ഇപ്പോൾ എടുത്ത ഫോട്ടോ അതുപോലെ തന്നെ, അതായത് ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിൻ്റെ ഇതിലേക്ക് ക്യാമറ തിരിച്ചിട്ടാണ് ആ വോളിയം ബട്ടൺ അമർത്തിയത്. അതുകൊണ്ട് അതിൻ്റെ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഒരിക്കൽ കൂടി വേണമെങ്കിൽ എടുത്ത് നോക്കാം. ഞാൻ ഗാലറി എടുത്തിട്ട് ഇതിൻ്റെ ഫോട്ടോ ഒന്ന് എടുക്കാൻ പറ്റുമോ നോക്കുകയാണ്. വോളിയം കീ പ്രസ് ചെയ്യണം ഒരിക്കൽ കൂടി. നോക്കുക, സേവ്ഡ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോയും ആരും അറിയാണ്ട് എടുക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ സെറ്റിങ്സിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോസ് എല്ലാം, അതായത് എടുക്കുന്ന ഫോട്ടോസ് എല്ലാം ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഉണ്ട്. നോക്കുക, മൈ പിക്ചേഴ്സ്. ഇതിൽ നിങ്ങൾക്ക് ടാപ്പ് ടു വ്യൂ ഓൾ 2 പിക്ചേഴ്സ്, 2 പിക്ചറാണ് ഞാനിപ്പോൾ എടുത്തതെന്ന് കാണാം. പിക്ചർ സൈസ് കാണാം, പിക്ചർ ഫോൾഡർ കാണാം. നേരത്തെ കാണിച്ച നോട്ടിഫിക്കേഷൻ, സേവ്ഡ് എന്ന് കാണിച്ച നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണോ ഓഫ് ആക്കണോ എന്നൊക്കെ. ഇത് കൂടാണ്ട് ഹൈഡ് പിക്ചേഴ്സ് എന്നൊരു ഓപ്ഷനും കാണാം. നോക്കാം, ഈ ടിക്ക് മാർക്ക് ഇടുന്നതനുസരിച്ച് നമ്മുടെ ഗാലറിയിൽ ഫോട്ടോകൾ കാണാനും കാണാതിരിക്കാനും സാധിക്കും. അതായത് ഒരാൾ നിങ്ങളുടെ ഫോട്ടോ എടുത്താൽ നിങ്ങൾ അയാളുടെ ഫോൺ വാങ്ങി നോക്കിയാൽ പോലും കാണില്ല. ഈ ആപ്ലിക്കേഷൻ പറ്റി അറിയാവുന്നവർക്ക് മാത്രമേ ഇങ്ങനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അതാണ് എൻ്റെയും ഉദ്ദേശം. നിങ്ങൾക്കൊരു സംശയം തോന്നി ഒരാൾ നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് തോന്നുകയാണെങ്കിൽ അയാൾ ഇതുപോലത്തെ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. ക്യാമറ ക്ലോസ് ചെയ്യുന്നതിന് ക്ലോസ് ആപ്പ് എന്നതിൽ സെലക്ട് ചെയ്യുന്നു. ഇതോടെ ക്യാമറയുടെ പ്രവർത്തനം നിൽക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോയും ആളുകൾ എടുത്ത് ദുരുപയോഗപ്പെടുത്തിയേക്കാം. ശ്രദ്ധിക്കുക.